അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു മാവുണ്ട്, പഴയ ഒരു 10-35 വർഷം പഴക്കമുള്ളൊരു മാവാണിത്, നീലൻ. നമ്മുടെ വീട്ടിലെ വലിയൊരു മാവാണ്. അപ്പോൾ അതിനകത്ത് കുറേ അധികം നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങിയതിനകത്താണ്. ഏതാണ്ട് ഒരു 10-100 മുകളിൽ നമ്മളിതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അന്നേരം അതിനകത്തൊരു 40 മുകളിൽ നമുക്ക് ഗ്രാഫ്റ്റ് സക്സസ് ആയിട്ട് കിട്ടിയായിരുന്നു. ഈ വർഷം നമുക്കിപ്പോൾ അതിനകത്ത് ഒരു 20ഓളം വെറൈറ്റി നമുക്ക് പൂവായിരുന്നു. ഇപ്പോൾ ഈ ചൂട് കൂടുതലായ കാരണം കുറേയൊക്കെ ഉണങ്ങിപ്പോയി, കരിഞ്ഞു പോയി പൂവൊക്കെ. എങ്കിൽ തന്നെ നമുക്കൊരു 10-12 വെറൈറ്റി ഇപ്പോൾ ഈ മാവിൽ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇതും ഒരു ഗ്രാഫ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇത് ഇവിടുന്ന് ജോയിൻ്റ് ആണ്. ഇത് നമ്മുടെ തത്തച്ചണ്ട മാവാണ്. പക്ഷേ ഇത് ഇപ്രാവശ്യം പൂ വന്ന് അത് കരിഞ്ഞു പോയി, അത് കിട്ടിയില്ല. ഇവിടെയൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഒരു 6 മാസം മുന്നേ ഒക്കെ ചെയ്തിട്ടുള്ള. പിന്നെ ഇതിനകത്ത് ഇത് ഇവിടുന്ന് നമുക്കൊരു 2 വർഷത്തിന് മുന്നേ ചെയ്തിട്ടുള്ള. അതിനകത്ത് 2 മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഏത് വെറൈറ്റി ആണെന്നൊന്നും അറിയത്തില്ല. ഏതെങ്കിലും അറിയാമെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് 2 മാങ്ങ ഉണ്ട്, അവിടെയുണ്ട്. പിന്നെ വേറെ വെറൈറ്റി ഇതും ഒരു 4-5 മാങ്ങ കിട്ടി. ഇതിനകത്ത് പഴുത്തും കിട്ടിയായിരുന്നു. ഇത് ഇവിടെയുണ്ട്. ഇവിടെ ഇതിലും ആ സെയിം മാങ്ങ തന്നെ. വേണ്ട, മഞ്ഞ കളറുണ്ട്. പഴുക്കുന്നതിന് മുന്നേ തന്നെ കളറുണ്ട്. ഇതിപ്പോൾ പഴുത്ത് തുടങ്ങി, എടുക്കാനായി. അതെ, ഇവിടെ ഇതും ഗ്രാഫ്റ്റാണ്. പക്ഷേ ഇതിനകത്തും മാങ്ങ പിടിച്ചില്ല, പൂവൊന്നതായിരുന്നു, പക്ഷേ മാങ്ങ ആയില്ല. പിന്നെ ഇതും ഓരോ വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതായത് നമ്മുടെ പ്രിയൂർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്, നല്ല മാങ്ങ. ഇതിപ്പോൾ ആദ്യമായിട്ട് പിടിച്ചത് 6 മാങ്ങ നമുക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ഇവിടെയും വേറെ ഒരെണ്ണം ഉണ്ട്. പക്ഷേ ഇതും പൂ വന്നിട്ട് നമുക്ക് മാങ്ങായി കിട്ടിയില്ല. പിന്നെ ഇവിടെ തന്നെ ഇത് ഒരു ആപ്പിളിൻ്റെ ഷേപ്പാണ്. ആപ്പിൾ മാങ്ങ ആണോ അറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക. ഇതിനകത്ത് 2 മാങ്ങ നമുക്ക് ഒഴിച്ച് കിട്ടിയായിരുന്നു, നല്ല മധുരമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ 2 കൊലയായിട്ടുണ്ട് മാങ്ങ. പക്ഷെ അതും ഏതെനാണെന്ന് അറിയത്തില്ല. ഇത് കണ്ട, ഒരു കൊലയിൽ തന്നെ 7-8 മാങ്ങ ഒക്കെ ഉണ്ട്. വെയിറ്റ് കൊണ്ടങ്ങ് താഴെ പോയി. അത് തന്നെയല്ല, വെയിലടിക്കുന്ന സൈഡിലൊക്കെ ഒരു സിന്ദൂരുണ്ട്. ഏതെനാണെന്ന് അറിയത്തില്ല, ആദ്യമായിട്ട് പിടിച്ചാൽ അതും. പിന്നീട് ആ ഭാഗത്തോട്ടൊരു 3-4 എണ്ണം ഉണ്ട്. അത് താഴെപ്പോയെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ഇതൊരു വേറെ വെറൈറ്റിയാണ്. അതിൻ്റെ അപ്പുറത്ത് കോട്ടർക്കോണാണോ അറിയത്തില്ല, അതൊരു ചെറിയ കളറുണ്ട്, അതൊരെണ്ണം പിടിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നീലത്തിൻ്റെയാണ്. ഈ കാണുന്നതെല്ലാം നീലനാണ്. അത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് നീലൻ. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്. ഇതിലും ഉണ്ട്. ഇവിടെ ഇത് ജോയിൻ്റാണ്. ഇവിടെ ചെറിയൊരു മാങ്ങ. അപ്പോൾ ഇന്ന് നമ്മുടെ